ഞെട്ടുന്നൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. സർക്കാർ തീരുമാനം ഉറപ്പിച്ച് സർക്കാർ ക്ഷേമ പെൻഷൻ അനധികൃതമായി വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ നിയമ നടപടിയുമായി സർക്കാർ പലിശ അടക്കം തിരിച്ചെടുക്കാനാണ് തീരുമാനം. അനധികൃതമായി കൂടുതൽ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവരെ കയ്യിൽ നിന്ന് ക്ഷേമ പെൻഷൻ തിരിച്ചു പിടിക്കാൻ, പലിശ അടക്കം തിരിച്ചു പിടിക്കാൻ കൂടുതൽ പലിശയ്ക്കായി സർക്കാർ. ഇതിനായി ഇവരെ സഹായിക്കുന്ന ആളുകൾക്കെതിരെ തീർച്ചയായും അന്വേഷണം ഉണ്ടാവും. സർക്കാർ ഉദ്യോഗസ്ഥർ പെട്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഗസറ്റർ ഓഫീസർ വരെ ക്ഷേമ പെൻഷൻ കൈയിട്ട് വരും എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. 1 ലക്ഷം സാമ്പത്തിക വരുമാനമുള്ളവർ പെൻഷൻ സ്വയം ഒഴിവാക്കണം എന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. മുതൽ 1 ലക്ഷത്തിന് താഴെ മാസ വരുമാനമുള്ളവർക്ക് മാത്രമാണ് ക്ഷേമ പെൻഷൻ കിട്ടുള്ളൂ. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വയം പിന്മാറണം എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. സർക്കാരിൻ്റെ സ്പാർക്ക് എന്ന സോഫ്റ്റ്വെയർ പ്രകാരമാണ് ഇത് കണ്ടെത്തിയത്. എന്നതിലാണ് കണ്ടെത്തിയത്. ഇവരോട് ഉടനെ പണം തിരിച്ചടിക്കാനാണ് സർക്കാർ ഉദ്യോഗസ്ഥരോട് പറഞ്ഞേക്കണേ പിണറായി സർക്കാർ. ഇല്ലെങ്കിൽ കർശന നിയമ നടപടിയിലേക്ക് സർക്കാർ കിടക്കും. ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്, സർക്കാർ നൽകുന്ന പെൻഷൻ സർക്കാർ തന്നെ തിരിച്ച് പിടിക്കുന്നു, ശമ്പളത്തിൽ നിന്ന് തിരിച്ചു പിടിക്കും എന്നാണ് പറയുന്നത്. സാധാരണക്കാർ ജനങ്ങൾക്ക് അർഹതപ്പെട്ട പെൻഷൻ സർക്കാർ തന്നെ കയ്യിൽ എത്തിച്ചു തരും. ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളത്തിൽ നിന്ന് പെൻഷൻ പിടിച്ച് ഇത് ഒന്നിച്ച് എടുക്കുമോ അതോ തവണയായിട്ട് പിടിച്ചെടുക്കുമോ എന്ന് വ്യക്തമായിട്ടില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.